ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമും നിധിയും കൂടിയിട്ട് CKCയെ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജ്യോതിർമയോട് പറയുന്നുണ്ട്, ജ്യോതി നീ ഒരു അമ്മയാവാൻ കഴിവില്ലാത്തത് കൊണ്ടാടി ഒരു കുഞ്ഞിനെ കളയാനുള്ള ആ ഒരു തോന്നൽ നിന്നിൽ ഉണ്ടായത് എന്ന് പറയണം. ഇത് കേൾക്കുന്ന ജ്യോതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയണം, ഇന്നേക്ക് 100-ാം ദിവസമാകുമ്പോഴേക്കും നിന്റെ ഈ സാമ്രാജ്യം എല്ലാം ഞാൻ തകർത്തിരിക്കും എന്ന് ഗൗതം പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ജ്യോതിയും അതുപോലെ തന്നെ CKC ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയണം, ബിസിനസ്സിൽ മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചും ഉണ്ടാക്കുന്ന നീ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനങ്ങ് കാറ്റിൽ പറത്തി നിന്നെ പിച്ചെടുപ്പിക്കുന്ന ആ അവസ്ഥയിൽ എത്തിക്കുമെന്ന് ഗൗതം പറയുമ്പോൾ ഒന്ന് പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. പിന്നീട് അവരങ്ങ് പോകുന്ന സമയത്ത് CKC അവിടെ ഒന്ന് നിന്ന്, നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നിനക്ക് എന്താ കിട്ടിയത്? എൻ്റെ അടിമയെ പോലെ നിൻ്റെ വീട്ടിൽ നീ കഴിയേണ്ടി വന്നില്ല. അതാണ് CKC. അത് കേൾക്കുന്ന ഗൗതം പറയണ, അതൊക്കെ ഉണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു സംഭവം കഴിഞ്ഞായിരിക്കാം, പക്ഷേ ഇന്ന് മുതൽ 100-ാം ദിവസത്തേക്ക് നിൻ്റെ എല്ലാം കഴിഞ്ഞു. നീ എൻ്റെ മുന്നിൽ യാചിച്ച് കരഞ്ഞ ആ ദിവസം എത്തും, അത് ഞാൻ നിനക്ക് മുന്നിൽ കാണിച്ചു തരും എന്നുള്ള വീറും വാശിയോടെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും അതും പറഞ്ഞിട്ടങ്ങ് ഗൗതം ഇറങ്ങാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ നിർമ്മല പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നിർമ്മല പറയുന്നുണ്ട്, സ്വന്തം മകനാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെയാണ് ആ വൃത്തികെട്ട ആട്ടുംതോലിട്ട ചെന്നായെ പോലെ സ്വന്തം മകനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊല്ലുന്നത്. എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്രയോ ജനങ്ങൾക്ക് എന്തെല്ലാം ശിക്ഷ കൊടുക്കുന്നു. പിടിച്ചവരെ ശിക്ഷിക്കുന്നത് നല്ലത്, ഇതിലും ക്രൂരനായ ഇവനെ പോലെയുള്ള ഈ ചെന്നായെ ശിക്ഷിച്ചൂടെ? എത്ര നാളായി ഇവൻ ആട്ടുന്നോലിട്ട ചെന്നായെ പോലെ മറ്റുള്ളവരെ കബളിപ്പിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നു. ഇനിയെങ്കിലും ദൈവത്തിന് ശിക്ഷ കൊടുത്തൂടെ? സ്വന്തം മകൻ്റെ കൈകളിൽ നിന്ന് അടി കിട്ടുകയല്ലേ വേണ്ടത്? സ്വന്തം മകൻ അച്ഛനെ കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇപ്പുറത്ത് നിധി നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഈ സത്യം നിർമ്മലക്ക് അറിയില്ല. അങ്ങനെ താൻ പാലിങ്ങനെ ചൂടാറാൻ വേണ്ടി ആറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നിധിയായിരിക്കും. നിധിയെ കാണുന്ന നിർമ്മല ഒന്ന് പേടിച്ച് വിറച്ചു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിർമ്മല വിക്കി ചോദിക്കുകയാണ് നിധിയോട്, നീ എപ്പോൾ വന്നു? നീ എപ്പോഴാണ് ഇവിടെ വന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ, ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി. ആൻറ്റി പറയുന്നതെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. ആൻറ്റി പറയുന്ന എല്ലാ വാക്കുകളും ഞാൻ കേട്ടു. എന്ത് CKC ഗൗതമിൻ്റെ അച്ഛനാണെന്നോ? എന്താ ആൻറ്റി ഈ പറയുന്നത്? സത്യം ഇനിയെങ്കിലും തുറന്നു പറ. അത് കേട്ട ഉടൻ തന്നെ, അത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല മോളെ, പിന്നെ എങ്ങനെ പറഞ്ഞു? CKCക്ക് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ, മകൻ്റെ പ്രായമാണല്ലോ ഈ ഗൗതമിന്, അപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനമാണല്ലോ, ആർത്ഥത്തിൽ പറഞ്ഞതാണ്. അവന് മകനുണ്ടാവുക? എന്താ ആൻറ്റി ഈ പറയുന്നത്? അയാൾക്ക് മകനുണ്ടാവാനുള്ള യോഗ്യതയൊന്നുമില്ല. കാരണം അയാൾ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ അങ്ങനെ ആയിരിക്കും. ആരുമില്ലാതെ പുഴു അരിച്ച് മരിക്കേണ്ട അവസ്ഥയാണ് അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും വരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിധി ഇങ്ങനെ നിർമ്മലയോട് പറയാൻ കേട്ടോ. അങ്ങനെ നിർമ്മല പറയണേ, എൻ്റെ പൊന്നുമോളെ, ഇന്ന് നിങ്ങളുടെ ഈ രാത്രി സന്തോഷകരമായ രാത്രിയാണ്. ഇനി എനിക്കൊരു കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചു കൊണ്ട് ഒരു 10 കുഞ്ഞിനെ എനിക്ക് തരണം, ആണും പെണ്ണുമായിട്ട്. എന്താപ്പോൾ ഈ പറയുന്നത്? 10 കുഞ്ഞോ? എൻ്റെ ആൻറ്റി ഒന്ന് പോലും കഴിഞ്ഞില്ല, അപ്പോഴേക്കും 10. പിന്നെ 10 വേണം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ജന്മം നൽകാൻ നിധി പ്രസവിക്കും, നിധിക്ക് ഗർഭപാത്രത്തിന് ശേഷിയില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ഇനി 10ഉം 20ഒക്കെ പ്രസവിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയും എന്നൊക്കെ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ. അതൊക്കെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആൻറ്റി ഇത് കുറച്ച് കടുത്തുപോയി. 10 കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അതൊരു പെണ്ണിനെ സംബന്ധിച്ച് എന്നാൽ പോട്ടെ, 8 കുഞ്ഞായിക്കോട്ടെ, അതിൽ 4 എണ്ണം നീ എടുത്തോ, 4 എണ്ണം എനിക്ക് തന്നേക്ക്, ഞാനങ്ങ് വളർത്തിക്കോളാം. അത് കേട്ടിട്ടാണ് കേട്ടോ ഇപ്പുറത്ത് പാറു നിൽക്കുന്നത്. ഈശ്വര, ഇവളുടെ അധികാരം എടുത്തിരിക്കുന്നു. എൻ്റെ മകൻ്റെ കുഞ്ഞിനെ എനിക്ക് താലോലിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ടാണ് 4 എണ്ണം ഞാൻ ചോദിച്ചത്. 4 എണ്ണത്തിന് ഇനി സന്തോഷകരമായി വളർത്തിക്കോ. എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എനിക്ക് എൻ്റെ ഗൗതമിൻ്റെ ചെറുപ്രായം എനിക്ക് അവനെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല. അവൻ എൻ്റെ മടിയിൽ കിടത്തി അവന് ചോറൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആഗ്രഹിക്കുമ്പോൾ പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ഓരോന്ന് ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെല്ലാം അവൻ്റെ കുഞ്ഞിലൂടെ എനിക്ക് ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ വാക്കുകൾ പറയുമ്പോൾ അത് വല്ലാതെ നിധിക്ക് വേദനയാവണം കേട്ടോ. അപ്പം നിധി പറയും, ശരി, ആദ്യപ്പോൾ ഒന്നൊക്കെ കഴിയട്ടെ, ആൻറ്റിയുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തരും. എന്നാൽ എൻ്റെ മോള് പാലുമായി പോയേ. എന്തായാലും പാലുമായി പോയിട്ട് ഗൗതമിൻ്റെ അടുത്തോട്ട് ചെല്ലുക. അത് കേട്ട ഉടനെ, ശരി, എനിക്ക് ആൻറ്റിയുടെ അനുഗ്രഹം വേണം. അയ്യോ, ഈ സമയത്ത് അനുഗ്രഹം അത് വേണ്ട, ഞാൻ എന്തായാലും തലയിൽ നിനക്ക് മുല്ലപ്പൂ ചൂടിത്തരാം, അതിനുശേഷം പൂജാമുറിയിൽ പോയി നിനക്ക് പ്രസാദം തൊട്ടുതരാം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പാറുവിനിങ്ങനെ അടിമുടി കയറുകയാണ്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ
ശിവാനി സ്റ്റെയറിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രംഗമാണ്. അപ്പോൾ ശിവാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഭാഗ്യം കൊണ്ട് ഞാൻ മുടിനാർ ഇഴക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ ജ്യോതി അത് പറയുകയായിരുന്നെങ്കിൽ എന്നെ പ്രണവ് അടിച്ച് ഇവിടെ നിന്ന് ഇറക്കിയിരുന്നു. ഞാൻ ഇത്ര ക്രൂരമായ പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിരുന്നു. ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ സത്യം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ വെളിയിലോട്ട് വരും. ഗൗതമിൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് ഞാനാണെന്ന സത്യം. അപ്പോൾ അതറിയുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അവൾ ഗർഭിണിയാവുമെന്ന്, അവൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് അറിഞ്ഞിരിക്കുന്നു. ഇനി അവൾക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നീട് എനിക്കൊരു സ്ഥാനം ഇവിടെ ഉണ്ടാവില്ല. 10 മാസം എന്ന് പറയുന്ന 10 ദിവസം പോലെ കഴിഞ്ഞു പോകും. 10 കൊല്ലം ഇരുന്നാലും പ്രസവിക്കാത്ത കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളതെന്ന് ഇവർക്കറിയില്ലല്ലോ. പക്ഷെ അവൾ അതിനിടയ്ക്ക് ഗർഭിണിയാവും, അവൾക്കെല്ലാ സ്ഥാനമാനങ്ങളും കിട്ടും എന്നൊക്കെ ഇങ്ങനെ സ്വയം നിന്ന് പറയണിട്ട. അപ്പോഴാണെങ്കിലും പാറും ഇങ്ങനെ അരിശം കയറിയിട്ട് ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് അവൾ ആൻറ്റിയുടെ അനുഗ്രഹം വാങ്ങുന്നു എന്നൊക്കെ പറയണേ. അങ്ങനെ ചിന്തിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നിധി പറയണം, എൻ്റെ ഗൗതമിൻ്റെ അമ്മയല്ലേ, അതുകൊണ്ട് ആൻറ്റിയുടെ അനുഗ്രഹം എനിക്ക് വേണം, ആൻറ്റിയുടെ അനുഗ്രഹം വേണം. എന്നാൽ ശരി, ഞാൻ എൻ്റെ തലയിൽ മുല്ലപ്പൂ ചൂടിത്തരാം എന്നൊക്കെ പറഞ്ഞ് തലയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുക്കലോ. പിന്നീട് നിധി ഈ പറയുന്ന ഇവരുടെ അനുഗ്രഹം വാങ്ങലൊക്കെ ചെയ്യണം. നിർമ്മലയുടെ അനുഗ്രഹമൊക്കെ വാങ്ങാണ്. അത് കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം ഇടിക്കാൻ, ഗൗതമിൻ്റെ അമ്മയല്ലേ എന്ന് അവൾ പറഞ്ഞിരിക്കുന്നു, അവളുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടില്ലേ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ പാറു നിൽക്കുകയാണ്. അപ്പോഴാണ് ശിവാനി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ശിവാനി ഇവരെ നോക്കുമ്പോൾ ഇവരുടെ മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം, കിച്ചണിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ശിവാനി ചിന്തിക്കുന്നു. അങ്ങനെ ശിവാനി ഇതറിയാൻ വേണ്ടി താഴോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പാറു കാണുകയാണ്. പാറു കാണുന്നതിനോട് കൂടി തൻ്റെ കയ്യിലുള്ള വള ഊരി പെട്ടെന്ന് അങ്ങോട്ട് താഴത്തോട്ട് എറിയാനിട്ടാ. അയ്യോ ശിവാനി, എൻ്റെ വള പോയി, അതൊന്ന് എടുത്തു തന്നെ. അപ്പോഴേക്കും ഇവിടെ നിധിയുടെയും നിർമ്മലയുടെയും ശ്രദ്ധ ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നിർമ്മലയും നിധിയും കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയം പാറുവിനോട് ശിവാനി ചോദിക്കുക, എന്താ ആൻറ്റി വളമൊക്കെ താഴോട്ട്? അത് കൈ ഇങ്ങനെ തുടച്ചപ്പോൾ വള ഊരി വീണതാണ്, അതങ്ങ് തന്നേക്ക്. എന്തായാലും നീ റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ കയറി മറിയാതെ നീ പോയി റൂമിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ശിവാനിയെ പറഞ്ഞു വിടണം കേട്ടോ. ഇതേ സമയമാണ് നിധി പാലുമായി വരുന്നത്. ഇതെന്താ നിൻ്റെ കയ്യിൽ പാല് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ, അതെ, നിനക്കൊരു കുഞ്ഞിന് വയറ്റിൽ ജന്മം നൽകിയില്ലേ, ഇനി ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകട്ടെ, അതുകൊണ്ട് പാലും പഴവും ഒക്കെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീ അതിൽക്കൊന്നും തലയിടാൻ നിൽക്കണേ, നീ നിൻ്റെ പണി നോക്കി നടന്നോ എന്നും പറഞ്ഞ് അങ്ങ് നിധി ശിവാനി അങ്ങ് വഴക്ക് പറയണം, ഒന്ന് പോടി നിൻ്റെ പണി നോക്കിയിട്ട് എന്നും പറഞ്ഞ് ശിവാനി വഴക്ക് പറയുമ്പോൾ ശിവാനി അവിടെ നിന്ന് പോകട്ടെ. ശിവാനിക്ക് നിന്ന് ദേഷ്യം പിടിക്കണം. എന്നാൽ ഈ സമയം നിർമ്മലയോട് പാറു ദേഷ്യപ്പെടണം. ഒരു പരിസരബോധമില്ലാതെ എന്തൊക്കെ സംസാരിക്കുന്ന ഗൗതമിൻ്റെ അമ്മ, എന്തൊക്കെ നിധി നീ പറയുന്നത്? ഇത്രയും പരിസരബോധമില്ലേ? ഇത് ഞാൻ കേൾക്കുന്നതിന് പകരം എൻ്റെ ഗൗതമാണ് കേട്ടതെങ്കിൽ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നില്ലേ? എന്താ നീ ചിന്തിക്കാൻ ഇത്ര വിവേകമില്ലേ, ബുദ്ധിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒച്ചയെടുക്കഴിട്ടാ. അപ്പോൾ ഈ ഒച്ചയെടുക്കുന്നത് കേൾക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടാനാവാതെ പാറുവും ഇങ്ങനെ നിധിയെ നിൽക്കുകയാണ്. ഇതേസമയം നീ പോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് പാറു ഇങ്ങനെ നിർമ്മലയെ വഴക്ക് പറയണേ, പാറുവോടെ ഒച്ചയെടുക്കുന്നത്. അങ്ങനെ നിർമ്മല അവിടെ ഇരുന്നു പിന്നീട് അടുക്കളയിൽ നിന്ന് എത്തിച്ചു നോക്കണം. ഇതേ സമയം അവൾക്കിപ്പോൾ ഗൗതമിൻ്റെ സ്വന്തം അമ്മയെ വേണ്ടുള്ളൂ. ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ നിനക്ക് വേണ്ടല്ലടി നിധി എന്ന് പാറു ചോദിക്കാൻ. അപ്പോൾ തന്നെ അതെ, അത് എൻ്റെ ആൻറ്റി ആണെങ്കിൽ ഇതെൻ്റെ സ്വന്തം അമ്മയല്ലേ, അത് മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ട് പാറുവിനെ സോപ്പിടുക. അപ്പോൾ പാറുവിന് അത് സന്തോഷമാകണിട്ടാ. അങ്ങനെ എന്നാൽ ഞാൻ പോട്ടെ, എൻ്റെ അമ്മേ പാറു അമ്മേ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് നിധി പാലുമായി പോകുമ്പോൾ, അപ്പം നിനക്ക് എൻ്റെ അനുഗ്രഹമൊന്നും വേണ്ടേ? അയ്യോ ഞാനത് മറന്നു. നീ മറക്കും, നീ അങ്ങനെയാണ് എൻ്റെ അമ്മേ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാൽ നീ എൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിന് മുന്നേ ഇത്രയൊന്നും മുല്ലപ്പൂ ചൂടിയാൽ പോരാ, കുറച്ചും കൂടി മുല്ലപ്പൂ നീ ചൂടണം എന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് മുല്ലപ്പൂ എടുത്തിട്ട്, അതെ സ്വന്തം അമ്മ മുല്ലപ്പൂ ചൂടിത്തന്നാലേ നിനക്ക് ചൂടൊന്നുണ്ടോ, ഞാനും ചൂടിത്തരാം എന്നൊക്കെ പറഞ്ഞ് പാറു കുശുമ്പ് കാണിക്കണം. അങ്ങനെ പാറു മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊടുത്ത് നിധിക്ക് അനുഗ്രഹം കൊടുക്കണം. ഇനി എനിക്ക് പേരക്കുട്ടിയെ പ്രസവിച്ച് തരുന്ന ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ നീ എനിക്ക് തരണം, എൻ്റെ മോളുടെ സങ്കടമൊക്കെ മാറട്ടെ എന്നും പറഞ്ഞിട്ട് നിധി അവിടെ നിന്നും പറഞ്ഞു വിടാണ് കേട്ടോ. ഇതേ സമയം ഗൗതമാണെങ്കിലോ റൂമിലിങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായി മുടിയൊക്കെ ചീകി നിധിയുടെ വരവും കാത്ത് നിൽക്കണം. അപ്പോഴാണ് നിധി നാണത്തോടു കൂടി പാലുമായി വരുന്നത് കേട്ടോ. പാലുമായി വരുന്ന നിധിയെ കാണുമ്പോൾ ഗൗതമിന് വല്ലാത്തൊരു പുഞ്ചിരി. അങ്ങനെ ആ പാട്ടിനൊപ്പം ഗൗതം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അരികിലോട്ട് വരുമ്പോൾ, എന്താ ഗൗതം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധിയോട് ഗൗതം പറയണം, ഒരുപാട് നാൾ നമ്മൾ സങ്കടപ്പെട്ടല്ലോടോ, അതിന് ഡബിൾ ഇരട്ടിയായി എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ ഫോട്ടോയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടണ്ടേ, അതുകൊണ്ട് എനിക്ക് ഇത്ര കുഞ്ഞുങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ചിരിയാണ്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ശിവാനി ഇല്ലാത്ത കുഞ്ഞാണല്ലോ ഇപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നത്, 2-3 മാസം കഴിഞ്ഞാൽ വയറ് വീർപ്പിക്കണം, ഇതിനൊക്കെ ഞാൻ എന്ത്
ഉത്തരം പറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ശിവാനിയും ആകെ ആശയക്കുഴപ്പത്തിലാവുന്ന നല്ല കിടുക്കൻ സീനാണ് കേട്ടോ.